ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽ ഇപ്പോൾ ഫിലിംസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു ഫെസ്റ്റിവൽ കേരളത്തിൽ നിന്ന് ഇപ്പോൾ വേറൊരു സ്റ്റേറ്റിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നടത്തുന്നതിനെ കുറിച്ച് തന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇത് മാത്രമല്ല എല്ലാ ഫിലിം ഫെസ്റ്റിവലുള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി ഒരു കൂട്ടായ്മയാണ്. ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുമിച്ച് കാണാനും ഇൻറ്ററാക്ട് ചെയ്യാനും സിനിമയെക്കുറിച്ച് സംസാരിക്കാനും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും മറ്റ് ഭാഷകളിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ കാണാനും അതിനൊക്കെയുള്ളൊരു അവസരമായിട്ട് തന്നെയാണ് എല്ലാ ഫിലിം ഫെസ്റ്റിവലും. അപ്പോൾ ഇതിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇതിൻ്റെ ബിസിനസ് തലങ്ങളും ഇതിൻ്റെ കൂടുതൽ പാനൽ ഡിസ്കഷൻസും അങ്ങനെ ഒരുപാട് ചിന്ത ഇതിൻ്റെ കോൺസെപ്ഷനിൽ പുറകിൽ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. മറ്റു ഫെസ്റ്റിവലിനെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് നോർമലി ഒരു ആർട്ട് ഫിലിംസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഫിലിംസാണ് നോർമലി വരുന്നത്. ഇപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിൽ ബോത്ത് ആർട്ട് ആൻഡ് പോപ്പുലർ മൂവീസ് ആർ സെലക്ടഡ് ഫോർ ദിസ് ഫിലിം. അപ്പോൾ അത് ഇപ്പോൾ പോപ്പുലർ മൂവീസ് ചെയ്യുന്ന സാറിനെ പോലെയുള്ള ഡയറക്ടേഴ്സിന് എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേൾഡ് ഓവർ നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽസിൽ പോപ്പുലർ ഫിലിംസും ഒരു സെക്ഷനായിട്ട് ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചോദ്യം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ് ടു അല്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊരു യൂഷ്വൽ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇപ്പോൾ ഒരു കമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും എന്നുള്ളതിനോടൊപ്പം തന്നെ സിനിമയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഫെസ്റ്റിവൽസിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് എത്രമാത്രം ആശാസ്യകരമാണോ അല്ലയോ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. മൊത്തത്തിൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ട് ഈ ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച്? വെരി ഗുഡ്. ഇപ്പം എനിക്കെന്താ വെച്ചാൽ നമ്മൾ വന്നിട്ട് ഐ ഗോട്ട് ടു മീറ്റ് സോ മെനി ഗുഡ് സൂപ്പർ ടെക്നീഷ്യൻസ് പീപ്പിൾ. അപ്പം എല്ലാവരിലും കോമൺ ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപക്ഷെ ഇന്ത്യയിലെ ബെസ്റ്റാണ്. പക്ഷേ എന്നാലും ദേ ആർ സ്ട്രൈവിങ് ടു ബി ബെറ്റർ. അതുപോലുള്ള ആളുകളിൽ കാണുന്നൊരു കോമൺ ട്രീറ്റാണ്. അത് തന്നെയാണ് നമ്മളുടെയും എല്ലാം ഒരു ആഗ്രഹവും കാര്യങ്ങളെല്ലാം. I'm curating Art Ensemble 2016 as a part of the Indiewood Film Carnival. This is one among the largest group show in India, with artist participation of more than 131 artists in 2 galleries. This is Gallery A, where we have exhibited 51 artworks, and on the other side there is Gallery B, where we have exhibited 80 artworks plus 1 installation. This show includes many renowned artists in India and from abroad, which includes Boss Krishnamachari, Zakir Hussain, Corato D'Souza, Manoj Vailur, and many more. This is a very good chance for the people of Hyderabad and all art lovers to view and enjoy the original artworks of many renowned artists